Hi everyone. Today we are going to discuss Standard 7 Social Science Chapter 2 From Trade to Power Part 4. I am your Rega teacher from USNDSY UP School. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ മോണോപ്പൊളി ഓഫ് ട്രേഡ് നേടിയതിനു ശേഷം ഇന്ത്യയിലെ പല ഭാഗങ്ങളും അവർ കീഴടക്കാൻ ആഗ്രഹിച്ചു എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏത് സ്ഥലമാണ് അവർ ആദ്യമായിട്ട് അവരുടെ റൂളിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാക്കിയത്? Can you say which is the place that first came under the British power? Yes, it's Bengal. ബംഗാളാണ് അവർ ആദ്യമായിട്ട് അവരുടെ അധികാരത്തിൻ്റെ കീഴിലാക്കിയത്. Can you say which are the words through which the Bengal came under the company's rule? Yes, Battle of Plassey in 1757 and Battle of Buxar in 1764. ഈ ബാറ്റിൽ ഓഫ് പ്ലാസെ ബുക്സാർ ഈ രണ്ട് യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ബംഗാളിനെ അതിൻ്റെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിൻ്റെ കീഴിലാക്കിയത് അല്ലേ? ബംഗാൾ മാത്രമാണോ അവർ ഇന്ത്യയിൽ കീഴടക്കിയത്? അല്ല, അവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളും കീഴടക്കി. അവരുടെ അധികാരത്തിൻ്റെ റൂളിൻ്റെ കീഴിലാക്കി. അവർ ഭരിക്കാൻ തുടങ്ങി. വെറും കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ്. അവർ പതുക്കെ അവരുടെ മിലിറ്ററി പവർ ഉപയോഗിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവർ കീഴടക്കി. നമുക്ക് നോക്കാം. മിലിറ്ററി പവർ മാത്രമല്ല, വേറെ പല ഐഡിയാസും പല ടെക്നിക്സും അവർ യൂസ് ചെയ്തു ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കാൻ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇന്ത്യയുടെ പല ഭാഗങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയതെന്നും ഏതൊക്കെ മാർഗങ്ങളാണ് അവർ യൂസ് ചെയ്തതെന്നും യുദ്ധം മാത്രമല്ല, യുദ്ധമല്ലാത്ത പല മാർഗങ്ങളും അവർ യൂസ് ചെയ്തു ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കാൻ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബംഗാളിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഏത് ഭാഗമാണെന്നറിയോ കീഴടക്കിയത്? മൈസൂർ, മലബാർ, കൂർഗ്. ഇവിടെയുള്ള ബംഗാൾ കീഴടക്കിയതിന് ശേഷം പിന്നെ അവരുടെ കണ്ണ് ഈ പറഞ്ഞ മൈസൂർ റീജിയനിലും, മൈസൂരിലും മലബാറിലും കൂർഗ് ഈ റീജിയനിലായിരുന്നു. ഇതിനൊരു സാഹചര്യമുണ്ട്. ഈ പ്ലേസ് അവരുടെ കൈക്കലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സാഹചര്യമുണ്ട്. ടീച്ചർ അത് എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞുതരായേ. മൈസൂർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു കിങ്ഡം ആയിരുന്നു. അതിനെ അത്രയും പവർഫുൾ ആക്കിയത്, ആ ഒരു പ്ലേസിന് അത്രയും പ്രൊമിനൻ്റ് ആക്കിയത് ഹൈദരാലി, ടിപ്പു സുൽത്താൻ ഈ പറഞ്ഞ രാജാക്കന്മാരുടെ റെയിനിലായിരുന്നു. REIGN റെയിൻ എന്ന് വെച്ചാൽ റൂൾ. ആ ടിപ്പു സുൽത്താൻ്റെ, ഹൈദരാലി എന്നീ പറഞ്ഞ രാജാക്കന്മാരുടെ ആ ഒരു ഭരണകാലത്തിലായിരുന്നു ഈ മൈസൂർ ഇത്രയും പ്രൊമിനൻ്റ് ആയത്, ഇത്രയും ഒരു വളരെ പേര് കേട്ട ഒരു കിങ്ഡമായി മാറിയത്. 18th സെഞ്ച്വറിയുടെ അവസാനം ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈസൂറിൻ്റെ ഡൊമിനേഷൻ മലബാർ റീജിയനിലോട്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. മലബാർ റീജിയൻ ഈ ഒരു റീജിയനിലോട്ടും കൂടി മൈസൂറിൻ്റെ ഡൊമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ മൈസൂറിൻ്റെ അധികാരം മലബാർ റീജിയനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത് പിടിച്ചില്ല. അതെന്താണ് കാരണമെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ മലബാർ റീജിയനിൽ ഓൾറെഡി ട്രേഡ് ചെയ്യുകയായിരുന്നു, കച്ചവടമൊക്കെ ചെയ്തു പോവുകയായിരുന്നു. അപ്പം മൈസൂരിലെ രാജാക്കന്മാരുടെയും കൂടി ഒരു അധികാരം അങ്ങോട്ട് വരുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മലബാർ റീജിയനിൽ സ്മൂത്തായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാതെ വരുമോ എന്നുള്ള ഡൗട്ടൊക്കെ അവർക്ക് തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് അവർ മൈസൂരിലെ രാജാക്കന്മാരോട് പതുക്കെ യുദ്ധത്തിനൊക്കെ ഓരോരോ യുദ്ധമൊക്കെ ചെയ്യാനുള്ള രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഒരു ഇഷ്ടക്കേടും ഒരു ശത്രുതയും ഒക്കെ തുടങ്ങി വെച്ചു. ഇത് മാത്രമല്ല, ഈ നമ്മുടെ ടിപ്പു സുൽത്താൻ, മൈസൂരിലെ രാജാവായ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? നമ്മുടെ ഫ്രഞ്ചുകാരുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ചുകാർ ഓൾറെഡി ബ്രിട്ടീഷുകാരുടെ എതിരായിരുന്നല്ലോ. കച്ചവടത്തിന്, മോണോപ്പൊളി ഓഫ് ട്രേഡിന് വേണ്ടി ഇവരിവിടെ യുദ്ധം ചെയ്ത കാര്യമൊക്കെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരോട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത് ഒട്ടും ഇഷ്ടമില്ല. അവർക്ക് അതൊരു എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ ഫ്യൂവൽ. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആഡഡ് ഫ്യൂവൽ ടു ദ അനിമോസിറ്റി ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ദേശത്തിന് അതൊന്നുകൂടി കൂടുതൽ ആളി കത്തിക്കുകയാണ് ചെയ്തത്. മൈസൂരിലെ രാജാക്കന്മാരോട് ബ്രിട്ടീഷുകാർക്കുള്ള ദേഷ്യം ഒന്നും കൂടി കൂട്ടുകയാണ് ചെയ്തത് ഈ ഫ്രഞ്ചുകാരോടുള്ള മൈസൂരുകാരുടെ ആ ഫ്രണ്ട്ഷിപ്പ്. ഇതൊക്കെ മൈസൂരിലെ രാജാക്കന്മാരോട് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യാനുള്ള കാരണമായി.
നോക്കാം. ദ ആംഗ്ലോ മൈസൂർ വാർസ് എന്നാണ് ഈ യുദ്ധത്തിനെ പറയുന്നത്. ബ്രിട്ടീഷുകാരും മൈസൂരിലെ രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധത്തിന് എന്തെന്നാ വിളിച്ചിരുന്നത്? ദ ആംഗ്ലോ മൈസൂർ വാർസ്. ഓക്കെ, 4 യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായത്. ബ്രിട്ടീഷുകാരും ഈ മൈസൂരിലെ രാജാക്കൾ കിങ്ഡം ഓഫ് മൈസൂറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 4 യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായത്. പല കാലഘട്ടത്തിൽ ആയിട്ട് 4 യുദ്ധങ്ങളാണ് ഉണ്ടായത്. 3ാമത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് ഓരോ യുദ്ധവും മൈസൂരിലെ രാജാക്കന്മാർക്ക് ദോഷകരമായിട്ടേ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഉണ്ട് അല്ലേ, അവരുടെ ക്യാനൻസ് ഉണ്ട്, അവരുടെ ഗൺ പൗഡർ ഉണ്ട്, അവർക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അവർക്ക് മിലിറ്ററി പവർ നമ്മുടെ ഇന്ത്യൻസിനെക്കാട്ടും കൂടുതലായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ രാജാക്കന്മാർക്കൊന്നും ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഭാഗമായി ഈ 3rd ആംഗ്ലോ മൈസൂർ വാറിൽ ലാസ്റ്റ് ഒരു നമ്മുടെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും നമ്മൾ ഒരു ഉടമ്പടി ഒരു ട്രീറ്റി ഒപ്പിടേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ 3ാമത്തെ ആംഗ്ലോ മൈസൂർ വാർ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ബ്ലഡ് ഫ്ലോ ചെയ്തിട്ട് തന്നെയല്ല, എന്ന് വെച്ചാൽ വളരെ അതിൻ്റെ വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലൂടെയായിരുന്നു ആ യുദ്ധം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊരു എൻഡ് വരുത്താൻ വേണ്ടി ഒരു ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തിൽ വെച്ച് അവരോട് ഒരു ഉടമ്പടിയിൽ ഒപ്പിടേണ്ടി വന്നു ടിപ്പു സുൽത്താൻ. ആ ഉടമ്പടി എങ്ങനെയായിരുന്നു അറിയോ? അക്കോർഡിംഗ് ടു വിച്ച് ടിപ്പു ഹാഡ് ടു സറണ്ടർ ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ടിപ്പു സുൽത്താന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം ഈ ബ്രിട്ടീഷുകാർക്ക് കാഴ്ചവെക്കേണ്ടതായിട്ട് വന്നു. എന്നാലേ ഈ ഒരു യുദ്ധം തൽക്കാലം ഒന്ന് നിർത്തിവെക്കാൻ പറ്റുമല്ലായിരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ എന്നിട്ടും ഈ ആംഗ്ലോ മൈസൂർ വാർ നിന്നില്ല. വീണ്ടും 4th ആംഗ്ലോ മൈസൂർ വാർ നടക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ഈ 4ാമത്തെ ആംഗ്ലോ മൈസൂർ വാറിന് ശേഷമാണ് മൈസൂർ റീജിയൻ ബ്രിട്ടീഷുകാരുടെ കീഴിലായതും മൈസൂറിന് ഓൾറെഡി മലബാറിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നല്ലോ, ഒരു സ്വാധീനം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മൈസൂർ, മലബാർ, കൂർഗ് ഈ 3 ഭാഗങ്ങളും ബ്രിട്ടീഷുകാർ അവരുടെ റൂളിൻ്റെ അധീനതയിലാക്കി, അവരുടെ കീഴിലാക്കി, യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരുടെ കീഴിലാക്കി. ഓക്കെ, ഇത് കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ബംഗാൾ കീഴടക്കി എന്ന് പറഞ്ഞല്ലേ, അതിനുശേഷം ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കീഴടക്കി. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മലബാർ, കൂർഗ്, ഈ റീജിയൻ മലബാർ, ഇത് കൂർഗ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മൈസൂർ റീജിയൻ, ഇതെല്ലാം കീഴിലാക്കി കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ നോക്കിയേ, ആദ്യം ബംഗാൾ മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ മൈസൂർ റീജിയൻ നോക്കി പല ഭാഗങ്ങളും അവരിങ്ങനെ ബ്രിട്ടീഷുകാർ പല ടെക്നിക്സ് ഉപയോഗിച്ച് കീഴടക്കി. നമുക്കതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാമേ. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കീഴടക്കിയ പ്ലേസ് ആയിരുന്നു ഈ മറാഠ റീജിയൻ. മറാഠ എംപയറിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, കഴിഞ്ഞ 6ിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മൈസൂർ റീജിയൻ കോൺക്കർ ചെയ്തതിന് ശേഷം പിന്നെ ബ്രിട്ടീഷുകാർ കോൺക്കർ ചെയ്തതാണ് നമ്മുടെ മറാഠ റീജിയൻ. ഈ മറാഠാസ് ഒരു വളരെ ഫേമസ് റൂളേഴ്സായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ളത്. മെയിൻലി ഡെക്കാൻ പ്ലാറ്റൂവിൽ ഒരു ഫേമസ് റൂളേഴ്സായിരുന്നു. നിങ്ങൾക്കതറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് 6ിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മറാഠാസിനോട് ബ്രിട്ടീഷുകാർക്ക് തോന്നിയ ആ ദേഷ്യത്തിനുള്ള കാരണം, അല്ലെങ്കിൽ ആ റീജിയൻ ഇവർ കോൺക്കർ ചെയ്യാനുള്ള കാരണമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറാഠാസ് ബ്രിട്ടീഷുകാരുടെ കോട്ടൺ ട്രേഡിനൊരു ത്രെറ്റായി മാറും എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. എന്ന് വെച്ചാൽ ടെറിട്ടറി, റീജിയൻ, ഇതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാരും മറാഠാസും തമ്മിൽ വളരെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ കോട്ടൺ ട്രേഡ് നടത്തുമ്പോൾ മറാഠാസ് അവരുടെ ഏരിയയിൽ ഇത് അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ള പല കൺഫ്യൂഷൻസും ഈ മറാഠാസും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോട്ടൺ ട്രേഡിന് ഒരു ത്രെറ്റായി ഈ മറാഠാസ് മാറും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആംഗ്ലോ മറാഠ വാർ നടന്നത്.
ആംഗ്ലോ മറാഠ വാർ ആരൊക്കെ തമ്മിലായിരുന്നു? മറാഠ എംപയറും ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു 3 ആംഗ്ലോ മറാഠ വാർ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ബ്രിട്ടീഷുകാർ സിന്ധ്, പഞ്ചാബ്, ഓധ് എന്നീ പ്രിൻസ്ലി സ്റ്റേറ്റ്സും നമ്മുടെ മറാഠ റീജിയൻ്റെ ഓൾമോസ്റ്റ് റീജിയൻസും ബ്രിട്ടീഷുകാരുടെ റൂളിൻ്റെ കീഴിലാക്കുന്നത്. ഈ മറാഠ റീജിയനും സിന്ധ്, ഔധ്, പിന്നെ പഞ്ചാബ്, ഈ പറഞ്ഞ റീജിയൻസൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഏതൊക്കെ വാർസാണ് ഡിസ്കസ് ചെയ്ത്? ആദ്യം നമ്മൾ ബംഗാൾ കീഴടക്കിയ വാറിൻ്റെ പേരെന്തൊക്കെയായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബുക്സാർ. അതിനുശേഷം നമ്മൾ മൈസൂരിലെ ആ ഒരു വാറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ വാറിൻ്റെ പേരെന്തായിരുന്നു? എന്നാലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ദ ആംഗ്ലോ മൈസൂർ വാർ അല്ലേ? ആംഗ്ലോ മൈസൂർ വാറിലൂടെയാണ് നമ്മൾ മൈസൂർ, മലബാർ, കൂർഗ് എന്നീ റീജിയൻസ് എല്ലാം കീഴടക്കിയതെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ. അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞു ദ ആംഗ്ലോ മറാഠ വാർ. ഈ ആംഗ്ലോ മറാഠ വാറിലൂടെ പഞ്ചാബ്, സിന്ധ്, ഔധ് എന്നീ റീജിയൻസും മറാഠ റീജിയൻ ഓൾമോസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ കീഴടക്കി. ഓക്കെ. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു അനക്സ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഓരോ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ അവരുടെ റൂളിൻ്റെ കീഴിലാക്കാൻ വേണ്ടി നടത്തിയ ആ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, ആ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയത്? യുദ്ധങ്ങളിലൂടെ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു ബാറ്റിൽ ഓഫ് പ്ലാസി, ബുക്സാർ, ആംഗ്ലോ മൈസൂർ വാർ, മറാഠ വാർ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? കൂടാതെ യുദ്ധം മാത്രമല്ല, പല ട്രീറ്റീസിലൂടെയും പല ഉടമ്പടികളിലൂടെയും അവർ ഇന്ത്യ മീൻസ് അവരുടെ ബ്രിട്ടീഷ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ അവർ നോക്കി. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തിൽ വെച്ചിട്ട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കിയെന്ന്. ആ ഉടമ്പടിയിലൂടെ ആ യുദ്ധം സമാധാനപരമായിട്ട് മൂന്നാമത്തെ ആ യുദ്ധം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആംഗ്ലോ മൈസൂർ വാർ ഒന്ന് എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രീരംഗപട്ടണത്തിൽ വെച്ച് അവർ എന്ത് ട്രീറ്റിയാണ് ഒപ്പുവെച്ചത്? ടിപ്പു സുൽത്താൻ്റെ എംപയറിൻ്റെ പകുതി ഭാഗം ബ്രിട്ടീഷുകാർക്ക് നൽകാം എന്നുള്ളൊരു ഉടമ്പടിയാണ് അവർ സൈൻ ചെയ്തത് അല്ലേ? അപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അവരുടെ ബ്രിട്ടീഷിൻ്റെ ഡെവലപ്പ് ചെയ്യൽ അവർ അതിലൂടെ ചെയ്തത് ആ ട്രീറ്റിയിലൂടെ. കൂടാതെ മൂന്നാമത്തെ ടെക്നിക്കായിരുന്നു ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം. പുതിയ തരം നിയമങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ തുടങ്ങി. ഇവിടെ കച്ചവടത്തിന് വന്ന ആൾക്കാരാണെന്ന് വിചാരിക്കണേ, അവരിപ്പോൾ ഇവിടെ നിയമങ്ങൾ പോലും കൊണ്ടുവരാൻ തുടങ്ങി ഇന്ത്യയിൽ. എന്തൊക്കെ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നതെന്ന് നോക്കാം. അവർ 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്നു: സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാബ്സും. ഒന്ന് പറഞ്ഞ്, സബ്സിഡറി അലയൻസ്, ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഈ 2 നിയമങ്ങളിലൂടെ അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കി. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതെന്തൊക്കെ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കായേ. സബ്സിഡറി അലയൻസ് എന്ന് വെച്ചാൽ ആ ഒരു അലയൻസാണ്, ഒരു ധാരണയാണ്. ഒരു 2 ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലൊരു അലയൻസാണ്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ അലയൻസ് കൊണ്ടുവന്നത് ആരാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് വെല്ലസ്ലി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനായിരുന്നു. ഈ ഒരു അലയൻസിൻ്റെ എന്താണ് അതിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദീസ് ദ റൂളേഴ്സ് ഹു സൈൻ ദിസ് അലയൻസ് വെർ അഷ്യൂർഡ് പ്രൊട്ടക്ഷൻ ബൈ ദ കമ്പനി എഗെയിൻസ്റ്റ് ദ ഇൻവേഷൻ ആൻഡ് ഇൻറ്റേർണൽ റിവോൾട്ട്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നാട്ടുരാജാവെന്ന് വിചാരിച്ചു. ആ നാട്ടുരാജാവിന് എപ്പോഴും ഭീഷണിയാണ്. തൻ്റെ അയൽവക്കത്തെല്ല രാജാക്കന്മാർ തന്നോട് ഫൈറ്റ് ചെയ്ത് തൻ്റെ പ്ലേസ് അവരെടുത്തോണ്ട് പോകുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പേടിയുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ നാട്ടുരാജാവിന് ബ്രിട്ടീഷുകാരെ പോയി കണ്ടിട്ട് ബ്രിട്ടീഷുകാരോട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും. എന്തിനു വേണ്ടി? തൻ്റെ നൈബേഴ്സായ അയൽവക്കത്തുള്ള മറ്റ് നാട്ടുരാജാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട്, സ്വന്തം ഇന്ത്യയിൽ തന്നെയുള്ള അപ്പുറത്തെ ഇപ്പുറത്തേം കിടക്കുന്ന രാജാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി ഈ നാട്ടുരാജാവ് ബ്രിട്ടീഷുകാരോട് ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ പ്രൊട്ടക്ഷൻ അഷ്യൂർ ചെയ്യും. ഉറപ്പായിട്ടും മറ്റ് നൈബേഴ്സായ നാട്ടുരാജാക്കന്മാരെ തോൽപ്പിക്കാം എന്നൊരു അഷ്യൂറൻസ്, ഉറപ്പ് കൊടുക്കും. എന്തിൽ നിന്ന്? ഇപ്പോൾ ഈ അയൽവക്കത്തെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും. കൂടാതെ വേറെ ഏതെങ്കിലും പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ഇവരോട് യുദ്ധം ചെയ്താലും അതിനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷെ എന്താണ് അത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ,
ഹെൽപ്പ് ചോദിച്ചു ചെല്ലുന്ന രാജാവില്ലേ, ആ രാജാവിൻ്റെ പ്ലേസിൻ്റെ അധികാരം അഡ്മിനിസ്ട്രേഷൻ ആർക്കായിരിക്കും കൊടുക്കേണ്ടത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരിക്കണം. ബ്രിട്ടീഷുകാരെ സഹായിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ആ പ്ലേസിലെ അധികാരം, അത് അവിടുത്തെ ഓരോ നിയമങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് ആരായിരിക്കും? ബ്രിട്ടീഷുകാരായിരിക്കും. നമ്മുടെ സ്ഥലം നമ്മൾ വെറുതെ കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. സബ്സിഡറി അലയൻസ് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത അവർ നമ്മുടെ പ്ലേസൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ച അടുത്ത ഒരു നിയമം എന്തായിരുന്നു നോക്കാം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇത് ലോർഡ് ഡൽഹൌസി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ പോളിസി പ്രകാരം ഏതെങ്കിലും ഒരു രാജാവ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാജാവ് മരിക്കുകയാണെങ്കിൽ, എങ്ങനെ മരിക്കുകയാണെങ്കിൽ, ആ രാജാവിന് സ്വന്തമായിട്ട് മെയിൽ ഹയർ എന്ന് വെച്ചാൽ സ്വന്തം ഒരു ആൺമകനില്ലാതെ ആ രാജാവ് മരിക്കുകയാണെങ്കിൽ ആ രാജാവിന് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ അവകാശമില്ല. ആ രാജാവിൻ്റെ രാജ്യം, ആ രാജാവിന് പെൺമകൾ ഉണ്ടെങ്കിൽ ആ പെൺമകൾക്ക് കൊടുക്കാനും അവകാശമില്ല. ആ രാജാവിൻ്റെ രാജ്യം പിന്നെ ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർ പിടിച്ചുണ്ടോ? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ഇത് ആരുണ്ടാക്കിയ നിയമമാണ്? ബ്രിട്ടീഷുകാർ. ഇവിടെ കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് കേട്ടോ. ആ നിയമത്തിൻ്റെ പേരെന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഈ നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു. ഒരു ന്യായവും ഇല്ലാത്ത നിയമങ്ങളും അലയൻസും ആണല്ലേ ഇതെല്ലാം, അല്ലേ? അപ്പോൾ യുദ്ധത്തിലൂടെ മാത്രമല്ല, ട്രീറ്റീസിലൂടെ മാത്രമല്ല, ലെജിസ്ലേഷനിലൂടെയും ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു. നമുക്ക് മനസ്സിലായല്ലേ? ഓക്കെ, അങ്ങനെ പിടിച്ചെടുത്ത് 1857 ആയപ്പോൾ അവിടെ ഇന്ത്യയുടെ ഏകദേശം മുഴുവൻ ഭാഗങ്ങളും അവരുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ പവറിൻ്റെ കീഴിലാക്കി. കണ്ടോ, നേരത്തെ നമ്മൾ ബംഗാൾ മാത്രമേ പറഞ്ഞുള്ളൂ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഈ മൈസൂർ റീജിയൻ പറഞ്ഞു അല്ലേ? പിന്നെ നമ്മളിവിടെ സിന്ധ്, പഞ്ചാബ്, ഔദ് അങ്ങനെയുള്ള കുറച്ച് പ്ലേസ് പറഞ്ഞു. ഇപ്പോൾ നോക്കിയേ, നമുക്ക് ഇന്ത്യ ഒട്ടാകെ അവർ പിടിച്ചെടുത്ത്. നമുക്ക് ക്ലിയർ ആയതല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം, ഒന്ന് സമ്മറൈസ് ചെയ്യാമേ. അവർ ഇന്ത്യ എങ്ങനെയൊക്കെ പിടിച്ചെടുത്തത് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. യുദ്ധങ്ങളിലൂടെയും ലെജിസ്ലേഷനിലൂടെയും, വാറിലൂടെയും ലെജിസ്ലേഷൻ. വാർ നമുക്ക് അറിയാം ഏതൊക്കെയാണ്, ലെജിസ്ലേഷൻ ആ നിയമങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഏതൊക്കെ യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭാഗങ്ങൾ കീഴടക്കിയെന്ന്. ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബുക്സാറിലൂടെ ഏത് പ്ലേസാണ് അവർ കോൺകർ ചെയ്തത്? ബംഗാൾ. ആംഗ്ലോ മൈസൂർ വാറിലൂടെ മലബാർ, കൂർ ആൻഡ് മൈസൂർ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് പവർ. ദെൻ മറാഠ വാർസിലൂടെ മറാഠ റീജിയൻ അവരുടെ കീഴിലാക്കി. അപ്പോൾ യുദ്ധത്തിലൂടെ അവർ കീഴടക്കിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, മലബാർ, കൂർ ആൻഡ് മൈസൂർ റീജിയൻ, ദെൻ ദ ഓൾമോസ്റ്റ് മറാഠ റീജിയൻസ്. ഇനി അവർ ലെജിസ്ലേഷനിലൂടെ ഏതൊക്കെ സ്ഥലങ്ങൾ, ഇന്ത്യയുടെ ഏതൊക്കെ സ്ഥലങ്ങൾ അവർ കൈക്കലാക്കിയെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ 2 പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസ് ആണ് കൊണ്ടുവന്നത്. ഒന്ന് സബ്സിഡറി അലയൻസ്, മറ്റൊന്ന് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. സബ്സിഡറി അലയൻസിലൂടെ അവർ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ റീജിയനൊക്കെ അവരുടെ കൈക്കലാക്കി. ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ ഝാൻസി, സത്ര, നാഗ്പൂർ. ഝാൻസി നമുക്കറിയാം, ഝാൻസിക്ക് റാണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പ്ലേസ് എല്ലാം അവരവരുടെ കൈകളിലാക്കി. അപ്പോൾ യുദ്ധത്തിലൂടെയും ലെജിസ്ലേഷനിലൂടെയും ബംഗാൾ, മലബാർ, കൂർഗ്, മൈസൂർ, മറാഠ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, ഝാൻസി, സത്ര, നാഗ്പൂർ ഇങ്ങനെയുള്ള ഇന്ത്യയുടെ ഭൂരിഭാഗം പ്ലേസും അവർ അവിടെ കൈക്കലാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്തു? ദേ ഇംപ്ലിമെൻറ്റഡ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കോൺകേർഡ് ഏരിയാസ്. അവർ കോൺകർ ചെയ്ത ഈ ഏരിയയിലെല്ലാം അവരുടെ ഏകീകൃത ഭരണം, അവരുടേതായ ഒരു ഭരണം കൊണ്ടുവന്നു. നമ്മുടെ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ വന്ന ആൾക്കാരാണേ, അവരിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കിയിട്ട് അവരുടേതായ ഭരണം ഇവിടെ നടത്താൻ തുടങ്ങി. മനസ്സിലായോ? ഈ സബ്സിഡറി അലയൻസിനൊക്കെ വഴിയൊരുക്കിയത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഈ ഓരോ യുദ്ധത്തിലാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് തോറ്റുപോയെന്ന് വിചാരിക്കാം, പക്ഷെ ബാക്കിയുള്ള കുറേ നിയമങ്ങൾ, തെറ്റായ നിയമങ്ങളിലൂടെയൊക്കെ അവർ നമ്മുടെ ഇന്ത്യ അവിടെ കൈക്കലാക്കുകയായിരുന്നു അല്ലേ? ഓക്കെ കുട്ടികളെ, നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇതോടെ തീർന്നിരിക്കുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.